അപ്പൊ നമ്മള് കൊച്ചിയില് ഒരു സൈറ്റ് വിസിറ്റിന് പോവാണ്. അപ്പൊ കൂടെ വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ കുറെ എണ്ണം കിടന്നുറങ്ങുന്നു. എന്ത് ശാന്തമായ ഉറക്കം. കായലിനരികെ അല്ലേ? കായലിനരികെ നമ്മൊരു ബ്രേക്ക്ഫാസ്റ്റ്. ഇനി നമ്മുടെ ക്യാമറയുടെ ഒക്കെ ബാക്കില് അജ്സലാണ്. അപ്പൊ അജ്സലിനൊന്ന് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അജ്സൽ ഇരടായി കിടക്കുന്നതാ. വീണിട്ട് ചൈനീസ് പടങ്ങള്. നിങ്ങൾ നേപ്പാളിൽ വിടുന്നതാണ്? കാഠ്മണ്ഡു അല്ല, ഞാൻ ഇവിടെ കാലിക്കറ്റ്. അപ്പൊ നമ്മള് ഫുഡ് ബ്ലോഗിലേക്ക് കിടക്കുകയാണ്. ഇഡ്ലി അത്ര സോഫ്റ്റ് അല്ല. ഫുഡ് കഴിച്ചിട്ട് കാണാം. ബൈ ബൈ, സീ യു. ബ്യൂട്ടീഷ്യൻ മാത്രം ഞാൻ ചെയ്യാറില്ല, ഇതുവരെയും ചെയ്തിട്ടില്ല. കാരണം ജനിച്ചപ്പോ കാരണന്മാർക്ക് നല്ല ഭംഗിയുണ്ട്, കോലമുണ്ട്. അടുത്ത് കളമശ്ശേരിന്ന് ക്ലൈന്റിന്റെ ആളെ പിക്ക് ചെയ്യാ, നേരെ സൈറ്റ്. ഓക്കെ, ഇതുണ്ടോ? ഇതാണ് സൈറ്റ് വരുന്നത്. ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏവിയേഷൻ അക്കാഡമിയുടെ ഡിസൈനാണ്. ഇതാണ് ക്ലൈന്റിന്റെ റിക്വയർമെന്റ് വരുന്നത്. ഒരു ഡിഗ്രി അല്ലേ, ഏവിയേഷൻ ഡിഗ്രി. ഒരു സ്ലോപ്പ് ഉണ്ടാവും. ഒരു കനാലുണ്ട്, അവിടുന്നാണ് ആക്സസ് വരുന്നത്. പിന്നെ ഈ ഒരു മരം ആക്സസ് നിർത്താൻ പറ്റുമോ നോക്കാം. കൊച്ചിയിൽ സൈറ്റ് കഴിഞ്ഞ് ഇനി ഫ്രണ്ട്സ് ആയിട്ട് കുറച്ച് ചില്ലിങ് ആണ്. അതും ചൈനീസ് റെസ്റ്റോറൻറ്റ്. ഫ്രൈഡ് റൈസ് ഒക്കെ ട്രൈ ചെയ്യാം. ഡിസ്ട്രിക്റ്റിൽ പോയി എത്ര ആൾക്കാർ ഇങ്ങനെ പറ്റിച്ചിരിക്കുന്നു? നമ്മൾ വന്നപ്പോ കണ്ടില്ലേ ഇവർ രണ്ടാളും എണീറ്റിരിക്കുന്നു. ഇതൊന്നല്ല പുട്ട്. പുട്ട് എന്ന് പറഞ്ഞാലും ഞങ്ങള് സ്വാതന്ത്ര്യ സമരത്തിന്റെ സമയത്ത് ഞങ്ങൾ കുറെ ആൾക്കാർക്ക് പുട്ട് വേണ്ട. അപ്പൊ ഈ ചെറിയ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡ് നൈസായിരുന്നു, അടിപൊളി. നല്ലൊരു ഉറക്കം പാസ്സായി. ഇത് സെറ്റ് ആയത് ഫ്രൈഡ് റൈസ് ഷോ കഴിഞ്ഞു. ഫ്രൈഡ് റൈസ് വെന്തിട്ടില്ല. അരി കുറച്ച് വെന്തിട്ടില്ല. എനിക്ക് ഇഷ്ടമായി. നൂഡിൽസ് സെറ്റ്, നൂഡിൽസ് അടിപൊളി വൈബ്, സൂപ്പ് അടിപൊളി ആയി. പിന്നെ അമേരിക്കൻ ചോപ്സ്റ്റിക് ആ സാധനം ഈ കാണുന്നുണ്ടോ? മൊത്തം. പിന്നെ പോർക്ക് കഴിക്കാത്തോലും പോർക്ക് കഴിച്ച്. അതെ, പോർക്ക് കഴിക്കാത്തവര് പോർക്ക് കഴിച്ച്. ഓരോ പൊരക്കാർക്ക് അറിയില്ലാന്നേ ഉള്ളൂ. അതെ, ചേറിന്റെ വേക്കൽ ഒളിച്ചെന്ന. ഇനിയിപ്പം ഇതിന് വണ്ടി ഓടിക്കും, ഞങ്ങള് കുറച്ച് കിടന്നുറങ്ങും. അപ്പം ക്യാമറമാനോടൊപ്പം സ്റ്റുഡിയോ പഞ്ചഭൂത. നമ്മളെ എഡിറ്റർ ഇറങ്ങി പോണ്ട ഒരു സാഹചര്യം ആയതുകൊണ്ട് ഞങ്ങള് ഇവിടെ വെച്ച് നിർത്തുകയാണ്. നമ്മള് ചൈനീസ് വടി ഇറങ്ങുന്നേ. അപ്പൊ ആർക്കെങ്കിലും പ്രോജക്റ്റ് ചൈനീസ് വടി ഇറങ്ങുന്നേ. ചൈനീസിന് കല്യാണം, ചൈനീസിന് കല്യാണം 3 ദിവസം ലീവാണെന്നാ പറഞ്ഞത്. വർക്ക് ഫ്രം ഹോം വേണമെന്ന് പറയുന്നത്. നമ്മൾ വർക്ക് ഫ്രം ഹോം കൊടുക്കുക, ലീവാണ്. അപ്പൊ ശരി, അപ്പൊ ഓക്കെ പറഞ്ഞ പോലെ.